ജലവൈദ്യുത പദ്ധതിക്കായി വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ കോഴിക്കോട് കൂടരഞ്ഞിയിലെ നിരവധി കുടുംബങ്ങൾ ഭീതിയിലാണ്. വീടുകളുടെ ചുവരും മേൽക്കൂരയും വിണ്ടുകീറി. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പൂവാറൻതോട് ഒളിമല ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിനായാണ് പാറ പൊട്ടിച്ചത്. വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ പ്രദേശത്തെ വീടുകൾക്ക് ബലക്ഷയമുണ്ടായി. ഇതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. പാറ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം KCB ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനി അധികൃതരെയും അറിയിച്ചിരുന്നു. നാട്ടുകാർക്കുണ്ടാവുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും വീടുകൾക്കുണ്ടാവുന്ന കേടുപാടുകളുടെ തോത് വർദ്ധിക്കുകയാണ്. എല്ലാ വീടെല്ലാം പൊട്ടി എല്ലാം നാശമായി കിടക്കുന്നു. ഇത് പുതിയ വീടാണ്. ഇത് വന്നിട്ട് ഒരു 2 വർഷമായുള്ളൂ വീട് പണിത്. ഇതിനകത്ത് അവരോട് നമ്മൾ ഒരുപാട് പരാതിയും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ പറഞ്ഞാൽ ചെയ്തു. ലാസ്റ്റ് അവർ ചെയ്തു തരില്ല. അപ്പോൾ മാനേജർ ഞങ്ങൾക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള സിസ്റ്റത്തിലാണ് അവിടെ ഈ അറാംകോ കമ്പനിയുടെ മാനേജർ നമ്മളോട് സംസാരിക്കുന്നത്. വായ്പയെടുത്തും മറ്റും നിർമ്മിച്ച വീടുകളാണ് സ്ഫോടനം കാരണം വിള്ളൽ വീണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. നിലവിൽ താമസിക്കുന്നതും പണി പൂർത്തിയാകാത്തതുമായ സന്തോഷ് പാലാക്കുന്നത്തിന്റെ വീടിന്റെ അടുക്കള വിള്ളൽ വീണ് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. KCBന്റെ ഭാഗമായിട്ട് ഇവിടെ കല്ല് പൊട്ടിച്ച് ഞങ്ങളുടെ പേര ഫുള്ള് വിണ്ടു കയറി. ഇപ്പം മഴ പെയ്താൽ ഞങ്ങൾക്ക് ഫുള്ള് അടുക്കളയിൽ വെള്ളമാണ്. അവരെന്താ പറയണെന്ന് വെച്ചാൽ ഞങ്ങൾ 5 വർഷം ഇവിടെ ഉണ്ടാകും, ഞങ്ങൾക്ക് നിങ്ങളുടെ പേരയ്ക്ക് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിട്ട് പോയത്. വന്ന് നോക്കിയിട്ട് ഇപ്പം അതിൻ്റെ ഒരു ഇതുമില്ല. സമീപത്തെ ഗവൺമെന്റ് LP സ്കൂൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും പാറ പൊട്ടിച്ചത് ഭീഷണിയായിട്ടുണ്ട്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുൻ MLA PV അൻവറിനെ സമീപിച്ചിരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രൊജക്റ്റിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ കവർ ചെയ്യാനുള്ള കോമ്പൻസേഷൻ എമൗണ്ട് പോലും ടെൻഡറിൽ വെക്കാറുണ്ട്. ഈ പദ്ധതിക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ സർക്കാർ മോറലി കമ്മിറ്റഡ് ആണ്. പക്ഷേ അത് നടന്നിട്ടില്ല. നിരവധി തവണ ജില്ലാ കളക്ടർ, KCB അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. വിഷയത്തിൽ ഇടപെടുമെന്നാണ് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ പ്രതികരണം. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പൂവാറൻതോട്ടിലേത് ഗുരുതരമായ സാഹചര്യമാണ്. ഒരു ആയുഷ്കാലത്തെ അധ്വാനവും സമ്പാദ്യവും ഒക്കെ ചേർത്ത് വെച്ചുണ്ടാക്കിയ വീടുകൾ, പിന്നെ വായ്പയും എടുത്തുണ്ടാക്കിയ വീടുകൾ, അതിൻ്റെ ചുവര് മാത്രമല്ല കോൺക്രീറ്റ് മേൽക്കൂര ഉൾപ്പെടെ വീണ്ടുകീറുന്നു, ചോർന്നൊലിക്കുന്നു. ഈ സാഹചര്യത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ഉദ്യോഗസ്ഥർ. പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അവരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. വൻ ശക്തി ഉഗ്രസ്ഫോടനത്തോടു കൂടിയാണ് കല്ലുകൾ പൊട്ടിച്ചത്. അത് കാരണം ഞങ്ങളുടെ വീടുകൾ മുഴുവൻ ചോർച്ചയും വിള്ളലും സംഭവിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ പലപ്പോഴായിട്ട് പഞ്ചായത്ത് അധികൃതർ, റവന്യൂ, കളക്ടർ, കോടതി, അതുപോലെ തന്നെ MLA എല്ലാവരെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും എല്ലാവരും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. KCBയുടെ പ്രോജക്റ്റ് മാനേജറെ കണ്ടു. ആര്യക്കോൺ എന്നുള്ള കമ്പനിയാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത്. അവരോടും നമ്മളിത് സംസാരിച്ചിരുന്നു. അവരും അനുഭവം പദ്ധതിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ നഷ്ടങ്ങൾ തരാം എന്ന് പറഞ്ഞതല്ലാതെ തരാം ഈ വാക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ കൂലിപ്പണിക്കാരാണ്. ഇവിടെ നിന്ന് ഒരു ബസ്സിന് താഴെ പോയി കൂടരഞ്ഞിയിലോ തിരുവമ്പാടിയിലോ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ്. ഞങ്ങൾ ഈ പൊതുവായിട്ടുള്ള സമരത്തിന് പോകാത്തതിൻ്റെ കാരണം ഞങ്ങൾ ഒരു ദിവസത്തെ പണി മെനക്കെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്നത്തെ ആഹാരം കിട്ടാത്ത ഒരവസ്ഥയാണ്. ചെങ്കുത്തായ മലയാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അതുപോലുള്ള ചെങ്കുത്തായ മലയായതുകൊണ്ട് ഇതിനകത്ത് ഉരുൾപൊട്ടൽ പോലും സാധ്യതയുണ്ട്. പല സ്ഥലത്ത് സോയിൽ പൈപ്പിംഗ് സംവിധാനങ്ങളുള്ള നാടാണ് ഈ സ്ഥലമാണിത്. എന്നിട്ട് പോലും ഇതുപോലെ വീടുകളെല്ലാം നശിച്ചിട്ടും ഇവരുടെ അടുത്ത് ഓരോ പാർട്ടിക്കാരെടുത്തും നമ്മുടെ MLA അടക്കം എല്ലാവരെയും MP ഓഫീസിൽ വരെ നമ്മൾ അറിയിച്ചതാണ് ഈ സംഭവത്തെക്കുറിച്ച്. പക്ഷേ ആരും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. പിള്ളേരെയും കൂടി ഞങ്ങളിവിടെ കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മൊത്തം പൊട്ടി നാശമായിരിക്കുന്നത്. ഇനി വേറെ ഒരെണ്ണം ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. ലോണും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത്രയും നാക്കിയെടുത്തത്. ആസ്തിക്ക് സമ്പാദ്യത്തിനുമുണ്ടായ നാശത്തിനപ്പുറത്തേക്ക് പ്രകൃതി ദുർബലമായ പ്രദേശത്ത് ഈ കനത്ത സ്ഫോടനം, പാറപൊട്ടിക്കലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ആ വീടുകൾ ചോർന്നൊലിക്കാത്ത നിലയിലെങ്കിലും മാറ്റാൻ അല്ലെങ്കിൽ പഴയതുപോലെ ആക്കാനുള്ള
ധനസഹായമെങ്കിലും അവർക്ക് ഉറപ്പാക്കട്ടെ.